നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ജനുവരി അവസാനത്തിൽ 3200 രൂപ പെൻഷനോ അല്ലെങ്കിൽ 600 രൂപ കുറവോ ലഭിച്ച ആളുകൾ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അവർക്ക് ഫെബ്രുവരി മാസം മുതൽ 100 രൂപ പെൻഷൻ കൂടുന്നു. അത് മുഴുവൻ ആളുകൾക്കും കൂടില്ല. ആർക്കെല്ലാമാണ് കൂടുക, അത് കൂടാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അതുപോലെ തന്നെ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ നിർബന്ധമായി ചെയ്യേണ്ട 3 കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതരാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങളും ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ആദ്യം നമ്മൾ പെൻഷനെക്കുറിച്ച് നോക്കാം. നിലവിലിപ്പോൾ ക്ഷേമ പെൻഷനായി ലഭിക്കുന്നത് 1600 രൂപയാണ്. ഫെബ്രുവരി ആദ്യ ആഴ്ചകൾ നടക്കുന്ന ബജറ്റിന് ശേഷം അത് 100 രൂപയോ അല്ലെങ്കിൽ 100 രൂപയ്ക്ക് മുകളിലോ, ഏറ്റവും ചുരുങ്ങിയത് 100 രൂപയോ അല്ലെങ്കിൽ 200 രൂപയോ 300 രൂപയോ കൂടാൻ സാധ്യത കാണുന്നുണ്ട്. ഏതായാലും പെൻഷൻ കൂട്ടാൻ തത്വത്തിൽ അംഗീകാരം ആയിട്ടുണ്ട്. ഈ വർഷം അവസാനമാണ് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുക. അതിനു മുന്നോടിയായി തന്നെ മുഴുവൻ ആളുകൾക്കും പെൻഷൻ കൂട്ടാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ 3 മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആ കുടിശ്ശികയും മുഴുവനായിട്ട് കൊടുത്തു തീർത്ത് എല്ലാ മാസവും പെൻഷൻ ലഭിക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. പഞ്ചായത്ത് ഇലക്ഷനിൽ ഈ ഒരു പെൻഷൻ്റെ കാര്യം ജനങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യുമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി സർക്കാർ മുമ്പോട്ട് പോവുകയാണ്. ഇതിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ജനുവരി 30 മുമ്പ് ചെയ്യേണ്ട ഒരു നിർബന്ധമായൊരു കാര്യമാണ്. വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ടും പുനർവിവാഹിതമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് അവർ 60 വയസ്സായിട്ടില്ല നിർബന്ധമായും അവർ പഞ്ചായത്തിൽ ഏൽപ്പിക്കണം. അത് 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് മാത്രമാണ് അതിൽ ഇളവുള്ളത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യമുണ്ട്. പല ആളുകളും അവർക്ക് ചിലപ്പോൾ 60 വയസ്സായിട്ടുണ്ടാകാം, പക്ഷേ അവരുടെ ആധാർ കാർഡിലോ അല്ലെങ്കിൽ അതുപോലത്തെ രേഖയിലോ അവർക്ക് 60 വയസ്സായിട്ടുണ്ടാകില്ല. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക, അവർക്ക് എന്നാണോ ആധാർ കാർഡിലോ അല്ലെങ്കിൽ അവർ കൊടുത്ത രേഖ, എന്ത് രേഖ വെച്ചാണോ അവർ പെൻഷൻ വയസ്സ് തെളിക്കുന്ന രേഖയായിട്ട് കൊടുത്തത്, അവരുടെ ആധാർ കാർഡ് ആയിരിക്കാം അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആയിരിക്കാം, എന്ത് രേഖ വെച്ച് കൊടുത്തോ ആ രേഖയിൽ 60 വയസ്സ് എന്നാണോ തികയുന്നത് അതുവരേക്കും ഈ ഒരു സർട്ടിഫിക്കറ്റ് നിർബന്ധമായും കൊടുക്കണം. അല്ലാത്ത പക്ഷം തുടർന്ന് അവർക്ക് പെൻഷൻ ലഭിക്കുകയില്ല. അതുപോലെ തന്നെയാണ് മുഴുവൻ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് വരുമാന സർട്ടിഫിക്കറ്റ്. ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക. അതുപോലെ തന്നെയാണ് മസ്റ്ററിംഗ്. ഇതുവരെ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അവരും എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. ഈ കാര്യങ്ങൾ തന്നെ നമുക്ക് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഫോണിൽ പെൻഷൻ തിരച്ചിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പെൻഷൻ ഐ ഡിയോ ആധാർ നമ്പറോ ബാങ്ക് അക്കൗണ്ട് നമ്പറോ ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞ് നമ്മളിപ്പോഴത്തെ പെൻഷൻ്റെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. അതിനെക്കുറിച്ച് വളരെ വിശദമായ വീഡിയോ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്ത ആളുകൾ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അടുത്ത മാസം മുതൽ പെൻഷൻ കൂടുന്നത് മുറയ്ക്ക് അവർക്ക് പെൻഷൻ ലഭിക്കും. അല്ലാത്ത പക്ഷം അവർ പെൻഷനിൽ നിന്ന് പുറന്തള്ളുകയും ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഇതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.